പ്രൊജക്ഷൻ തുടങ്ങിയിട്ട് 40 വർഷം ആയി. ഏകദേശം 88 മുതൽ എല്ലാ ചലച്ചിത്രോത്സവങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. സിനിമ എത്രയോ ആയെന്ന് ഓർമ്മയിലില്ല. അപ്പോൾ ആഘോഷ ദിവസങ്ങളെല്ലാം തിയേറ്റർ ഫുള്ളായിരിക്കും. തിയേറ്റർ ഫുള്ളായിരിക്കുന്നതുകൊണ്ട് നമ്മൾ ലീവ് എടുക്കാറില്ല, പ്രദർശനം നടത്താറുണ്ട്. അപ്പോൾ ഒരാഘോഷത്തിനും വീട്ടിൽ ഇരിക്കാൻ കഴിയില്ല. ഏകദേശം 77-78 കാലഘട്ടത്തിൽ ഭരത് സാറുമായിട്ട് ഞാൻ കാണാനിട വന്നു. അന്ന് രതിവർ നിർവേദന എന്ന സിനിമ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം കൊല്ലം അർച്ചന ആരാധനയിൽ വന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഡയറക്ടറെ മുന്നിൽ കാണുന്നതും സംസാരിക്കുന്നതും. സംവിധായകൻ ഭരത് സാർ വന്നു, ആ സീൻ പറഞ്ഞു, ആ സീൻ ഏകദേശം വൈൻഡ് ചെയ്തു, ആ സീനിലേക്ക് വന്നു. സാറ് തന്നെ കട്ട് ചെയ്തു, ഈ രീതിയിലാണ് കട്ട് ചെയ്തതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഏകദേശം സൗണ്ട് പോവാതെയും പിക്ചർ ജമ്പ് ചെയ്യാത്ത രീതിയിലുള്ള കട്ടിങ് എനിക്ക് പഠിപ്പിച്ചു തരുന്നത് ആദ്യമായിട്ട് ഭരത് സാറാണ്. ഒന്ന് രതിർവേദത്തിൽ ഒരു കൊച്ചുകുട്ടി ബ്ലഡ് കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ സീൻ കട്ട് ചെയ്തു. രണ്ടാമത്തെ സീനെന്ന് പറയുന്നത് ജയഭാരതി കിടക്കുന്ന ഒരു സീനാണ്. അത് ഏകദേശം ക്ലോസപ്പിലെടുത്തൊരു സീനാണ്. അത് തോന്നുമെങ്കിലും ആ സീന് ഭരത് സാർ വന്ന് കട്ട് ചെയ്ത് മാറ്റപ്പെട്ടു. അടൂരിൻ്റെ സിനിമകൾ ഒരിക്കലും സാറ് വന്ന് കട്ട് ചെയ്യേണ്ട ആവശ്യത വന്നിട്ടില്ല. കാര്യം സാർ ഒരു പടമെന്ന് പറയുമ്പോൾ സാർ ആ പടത്തിൽ കൂടി തന്നെ പടം തിയേറ്റർ ഓടുമ്പോഴും ഉണ്ടാവും. ഒരു സീന് നഷ്ടപ്പെട്ടില്ലെങ്കിലും സാറിന് സ്ക്രീൻ ചെയ്യുമ്പോൾ അറിയാം. അതിൻ്റെ ലൈറ്റ്, നമ്മൾ കൊടുക്കുന്ന ലൈറ്റ്, സൗണ്ട്, ഇതെല്ലാം സാറ് തിയേറ്ററിൽ നിന്ന് സ്റ്റഡി ചെയ്യും. എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ പ്രദർശനം കഴിഞ്ഞ ശേഷം നമ്മളോട് നിന്ന് പറഞ്ഞ് അതിൻ്റെ അപാകത മാറ്റുകയും അല്ലെങ്കിൽ കുറച്ചുകൂടി പടത്തെ ലൈറ്റ് കൊടുത്തോ സൗണ്ട് കൊടുത്തോ വിജയിപ്പിക്കണമെങ്കിൽ അത് പറഞ്ഞ് നമ്മളെ മനസ്സിലാക്കി തരികയും ആ രീതിയിൽ പ്രദർശിപ്പിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യും. വളരെ സാറിനൊരു പടം ഓടിക്കുമ്പോൾ നമുക്ക് വളരെയധികം ക്ലാസ് കിട്ടുകയാണ്. Sad movies always makes me cry. Ooh, he said he had to work, so I went to the show alone. They turn out the light and turn the projector on. ഞങ്ങൾ പടം സ്ക്രീൻ ചെയ്ത് 2.5-3 മണിക്കൂർ പടം തന്നെ നോക്കി നിൽക്കുകയാണ്. കാര്യം പടത്തിൻ്റെ ലൈറ്റ് പോകാൻ പാടില്ല, സൗണ്ട് പോകാൻ പാടില്ല, പിക്ചറിന് മങ്ങലുണ്ടാകാൻ പാടില്ല. പിക്ചർ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് തൃപ്തികരമായ രീതിയിൽ പ്രദർശനം നടത്തണമെങ്കിൽ സ്ക്രീനിൽ പടം നമ്മൾ കണ്ട് തന്നെ നിൽക്കണം. ഒരു തെലുങ്ക് പടത്തിൻ്റെ മലയാളമാണ്. വളരെ വ്യത്യസ്തമായൊരു ചിത്രമാണ്. പിന്നെ കോളേജ് കോമ്പസിലുള്ള കുട്ടികളുടെ കഥയാണ് പറയുന്നത്. അതിൻ്റെ സംവിധാന രീതിയും കഥയും അതിൻ്റെ ലാബ് വർക്കും ഗ്രേഡിങ്ങും എഡിറ്റിങ് മുതലായ എല്ലാം വളരെ മനോഹരമായി ചെയ്തൊരു ചിത്രമാണ്. അടൂരിൻ്റെ പല പടങ്ങളും അടൂർ സാർ ഒറ്റയ്ക്കും ഉണ്ടാവും. വളരെ സമയങ്ങൾ പ്രദർശനം നടത്തിയിട്ടുണ്ട്. അടൂർ, സുകുമാരൻ സാറ്, ഇവർക്കെല്ലാം ഒറ്റയ്ക്ക് നമ്മൾ പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു സിനിമ ഇന്ന് പൊതുജനങ്ങൾ ദിവസവും കാണുന്ന ആൾക്കാർ നമ്മൾ ദിവസവും ഇവിടെ കാണുന്നുണ്ട്. അവർ സമയം പോകുന്നതിന് വേണ്ടിയാണോ അതോ സിനിമ കാണുന്നതാണോ അറിയില്ല. എന്നാലും ഒരു 100-150 ദിവസം ഓടുന്ന ഒരു സിനിമ ഒരു പൊതുജനം എന്ന രീതിയിൽ ഒരു 10-15 പ്രാവശ്യത്തിൽ കൂടുതൽ കാണുന്ന ആൾക്കാരുണ്ട്. ഒരു 3-4 പേരെ എനിക്ക് നേരിൽ ഇവിടെ അറിയാം. ഏറ്റവും കൂടുതൽ കഥ ഉണ്ടായിരുന്ന പഴയകാല സിനിമകളാണ്. ഇന്നത്തെ സിനിമകൾ കഥ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ കഥ വളരെ കുറവാണ്. കൂടുതലും നമുക്കിഷ്ടപ്പെടാത്ത സീനുകളാണ് ഏറ്റവും കൂടുതൽ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പഴയകാല സിനിമകളല്ല, ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന സിനിമയായിരുന്നു ധാരാളമായി ഉണ്ടായിരുന്നത്. സ്റ്റണ്ട് സിനിമകളായിരുന്നാലും അതിലൊരു കഥയുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സിനിമ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കുന്നു എന്ന് തന്നെ പറയാം. ഞാൻ അധ്യാപിക സിനിമ കൊണ്ടാണ് ആരനാട് ഗീതയിൽ വർക്ക് തുടങ്ങുന്നത്.
വെള്ളനാട് ഭദ്ര, നെടുമങ്ങാട് KS, KSന് ശേഷം വീണ്ടും കൊല്ലം ശക്തികുളങ്ങര, അവിടെ നിന്ന് അതിനുശേഷം 175 ദിവസത്തോളം സർഗം എന്ന സിനിമ ഇവിടെ പ്രദർശനം നടത്തി. വെങ്കലം എന്ന സിനിമയാണ് പിന്നെ കൈരളിയിൽ ഏകദേശം പിന്നെ മേലെപ്പറമ്പിൽ ആൺവീട് ഏകദേശത്തിൻ്റെ വളരെ സിനിമകൾ പേര് പെട്ടെന്ന് മനസ്സിൽ വരുന്നില്ല. ഒരുപാട് വളരെയധികം കാര്യങ്ങൾ സിനിമയും ജീവിതമായിട്ട് പകർത്താം. നല്ല കാര്യങ്ങൾ സിനിമയിൽ നിന്ന് നമുക്ക് ഉൾക്കൊണ്ടെടുക്കാം. അത് ജീവിതത്തിൻ്റെ ഒരു വഴിയാണ്. ഫിലിം ഫെസ്റ്റിവൽ ദിവസം നമ്മൾ 10 സിനിമകളാണ് ഒരു ദിവസം പ്രദർശിപ്പിക്കുന്ന കംപ്ലീറ്റ് പടവും നമുക്ക് കാണാൻ കഴിയില്ല. കാര്യം പടം ലോഡ് ചെയ്യാനുണ്ട്. 10 പടം ലോഡ് ചെയ്യുക, അത് പാക്ക് ചെയ്യുക, അത് റൺ ചെയ്യുക. അങ്ങനെ വരുമ്പം ചിത്രം ആദ്യം മുതൽ കണ്ടാൽ മാത്രമേ നമുക്ക് ചിത്രത്തെപ്പറ്റി പറയാൻ കഴിയൂ. ഇടയ്ക്കിടയ്ക്ക് മുറിച്ച് കണ്ടു കഴിഞ്ഞാൽ പടം എന്താണെന്ന് പറയാൻ ഒന്നും കഴിയില്ല. കംപ്ലീറ്റ് നമ്മൾ എല്ലാ ജോലിയും കഴിഞ്ഞ് വന്ന് സ്ക്രീനിങ് ശ്രദ്ധിക്കണം. അപ്പോൾ പടം കണ്ടു കഴിഞ്ഞാൽ ഒരു സിനിമയുടെ കഥയും ആ സംവിധാനവും അതിൻ്റെ രീതികളെല്ലാം മനസ്സിലാവും. അല്ലാതെ ഓടി വന്ന് കുറച്ച് നേരം കണ്ടിട്ട് ഒരു സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാൻ പാടില്ല. ആ സിനിമയെ കൊല്ലുന്ന രീതിയാണ്. മോശമാണെങ്കിൽ നല്ലതാണെങ്കിലും സിനിമ കണ്ട ശേഷം പറയാം. അടൂരിൻ്റെ അരിപ്പത്തായ വളരെ മനോഹര സിനിമയാണ്. ഞാൻ ഒരു ഫോറിൻ ഡെലിഗേറ്റിന് വേണ്ടിയായിരുന്നു ആ സിനിമ പ്രദർശനം നടത്തിയത്. ആ എലിയുടെ വളരെ ശല്യമുണ്ട്. എലി ശല്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഷോ തന്നെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ആംപ്ലിഫയറിൻ്റെ പിന്നെ കയറിയിട്ട് ആംപ്ലിഫയറിൻ്റെ വയറ് കട്ട് ചെയ്ത് നടത്തും. 4 കുട്ടികളല്ലേ പെൺകുട്ടി, 4 പെണ്ണ്. ഇപ്പോൾ ലാസ്റ്റ് അടൂരിൻ്റെ 4 പെണ്ണുങ്ങൾ. ഇനിയിപ്പോൾ വേറെ എന്ത് ചോദിക്കാം?